ദി കിങ്. മമ്മൂട്ടി നായകനായി, ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രം, രഞ്ജി പണിക്കർ കഥാതിരക്കഥ സംഭാഷണം എഴുതിയ കിഡിലോസ്കി ചിത്രം 1995 റിലീസ് ചെയ്തു. ഇന്ന് 30 വർഷങ്ങൾ തികയാണ്. എനിക്ക് ഓർമ്മയുണ്ട് ആ സിനിമ കാണാൻ നമ്മൾ പോകുമ്പോൾ, നമ്മൾ വളരെ കുട്ടിക്കാലത്തായിരുന്നു ആ സിനിമ കാണാൻ പോകുന്നത്. പക്ഷെ അന്ന് ആ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയൊക്കെ വരുന്നത് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ പോലും എല്ലാവരും, ഇംഗ്ലീഷ് അറിയാവുന്നവരും അറിയാത്തവരും എല്ലാം കൈയടിച്ചു. എല്ലാ സീനുകളിലും, മിക്കവാറുള്ള സീനുകളിലെല്ലാം കയ്യടി നേടിക്കുന്ന ഒരു സിനിമ. മമ്മൂട്ടിയും മുരളിയും വാണി വിശ്വനാഥും അതുപോലെ തന്നെ ദേവനും ഒക്കെ അഴിഞ്ഞാടിയ സിനിമ. മമ്മൂട്ടിയുടെ ഒരു വൺ മാൻ ഷോ എന്ന് പറയുന്നൊരു സിനിമ, ഒരു ചെറിയ കഥാപാത്രമായിട്ട് വന്നെങ്കിൽ പോലും ഗംഭീര കയ്യടി നേടിയ കുതിരവട്ടം പപ്പു. അങ്ങനെ ഒരു രക്ഷയില്ലാത്ത സംവിധാനം, ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റിങ്, ഇംഗ്ലീഷിന്റെ അടിപൊളി ഒരു സ്ലാങ് തന്നെ മമ്മൂട്ടി തിരിച്ചറിഞ്ഞ് ഗംഭീരമായിട്ടുണ്ട്. അതായത് ഒരു കളക്ടർ ഇങ്ങനെ ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അന്ന് കോരിത്തരിച്ച സിനിമ. അന്ന് ബ്ലാക്കിലൊക്കെ ടിക്കറ്റ് ഭയങ്കരമായിട്ട് വിറ്റുപോയൊരു സിനിമയൊക്കെയാണ്. അന്നേരം അതിൻ്റെ 30 വർഷമാണ്. ആലോചിച്ച് നോക്കുക, ഒരു സിനിമ നമ്മളൊക്കെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരാധിക്കുമ്പം ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം ചില്ലറ കാര്യങ്ങളൊന്നും അല്ല. ദി കിങ് എന്ന് പറഞ്ഞ സിനിമ 30 കൊല്ലം മുമ്പ് ചെയ്യുമ്പം ഇപ്പോഴും അതിന് സമകാലീന പ്രസക്തിയുള്ള സിനിമയോടാണ്. ഗംഭീര വിജയമായിരുന്നു. എനിക്കൊന്ന് ആദ്യമായിട്ട് 40 കേന്ദ്രങ്ങളിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്ത സിനിമയും കിങ് ആണ്. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ തിരുത്തുക. എന്തായാലും ഗംഭീര വിജയമായിരുന്നു. ആ വർഷത്തെ എനിക്കൊന്ന് ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്ന് തന്നെ ആയിരുന്നു ദി കിങ്. എന്തായാലും അതിനുശേഷം വന്ന കിങ് ആൻഡ് കമ്മീഷണർ അത്രയും രസമായിട്ട് പോയില്ല, അതൊക്കെ ഒരു ഫ്ലോപ്പായിരുന്നു. പക്ഷെ കിങ് എന്ന് പറയുന്നത് എക്കാലത്ത് എടുത്തു വെക്കാൻ പറ്റുന്ന ബോക്സ് ഓഫീസിൽ ഒരു ഉഗ്രൻ വിജയം തന്നെയാണ്. 30 വർഷങ്ങൾ ഇന്ന് പിന്നിടുക.